നിങ്ങളീ കാണുന്നത് ഏറ്റവും വില കൂടിയൊരു സംഗതിയാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. പക്ഷേ ഇത് നമ്മൾ നഖം വെട്ടാൻ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചിലരെങ്കിലും ഉപയോഗിക്കൂല. ഇത് നമ്മുടെ നഖം വെട്ടിക്കഴിഞ്ഞ ശേഷം ഇങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു സംഭവമാണ്. ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെയാൽ നമ്മുടെ നഖം വെട്ടിക്കഴിഞ്ഞ ശേഷം ഒരു നല്ല വൃത്തിയിൽ ആയി വരും. പിന്നെ എന്നാൽ ഇതൊന്നുമല്ല ഇന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഗതികൾ വേറെയുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് തോണ്ടാനോ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ തോണ്ടിയെടുക്കാനൊക്കെ പറ്റുന്ന സാധനങ്ങൾ അതിൻ്റെ എന്തിനാണ് നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷേ പണ്ട് സോഡാ കുപ്പിയൊക്കെ പൊട്ടിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന് പറയും. എൻ്റെ ഉള്ളിൽ വെള്ളിട്ടാൽ ചിലത് കിട്ടൂല, കുറേ കാലം കഴിഞ്ഞാൽ. ഇത് പഴയതായതുകൊണ്ട് ഏതാ പുറത്തൊക്കെ എടുത്താൽ ഉപയോഗിക്കുക. ഇത് പുറത്തെടുക്കാൻ പണിയാണ്. ഇതിൻ്റെ ഈ ഹോൾസാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത്. ഈ ഹോൾസ് എന്തിന് പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഹോൾസ് എന്തിനു പറ്റും എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ഒരു കീ ചെയിനൊക്കെ കാണലുണ്ട് ഇരുമ്പിൻ്റെ. നമ്മളെ ചാവി, വാഹനത്തിൻ്റെ ചാവികളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഇതിന് എന്തെങ്കിലും ഒരു കീ ചെയിൻ പോലെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതെപ്പോഴും നമ്മൾ ഒപ്പര ഉണ്ടാവും. നഖം വെട്ടി എവിടെ ആയിപ്പോവില്ല. ചാവിൻ്റെ ഒപ്പര അവിടെ ഉണ്ടാവും, ഒരു ഉറപ്പുണ്ടാവും. ചാവിക്കൊരു ഉറപ്പുണ്ടാവും. കയ്യിൽ പിടിക്കുമ്പോൾ കനല്ലാതെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എവിടെ പോയി ചാവിന്ന്. ചാവി മറന്നു പോവുകയില്ല. അതുപോലെ ഇതൊരു കീ ചെയിനായിട്ട് സംഭവം കൃത്യമായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഈ നയൽക്കട്ട്. അത് പൂട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ കഴിയുന്ന ആൾക്കാരൊക്കെ പറ്റെങ്കിൽ പ്രയാസമല്ല, ഒരു എടുങ്ങാറൊന്നല്ലേ, നല്ല വൃത്തിയുള്ള നഖം വെട്ടി വാങ്ങാം. എന്നിട്ട് ഇത് വൃത്തിയില്ലാത്ത ഇത് കുറേ കാലം കഴിഞ്ഞൊരു പഴയത് കിട്ടിയപ്പോൾ വീഡിയോ ചെയ്താണ്. അപ്പോൾ വൃത്തിയുള്ളതിൻ്റെ കൂടെ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു കീ ചെയിനാക്കി ഉപയോഗിച്ചാൽ ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഏതായാലും നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ എല്ലാ സംഗതികളും ഉപയോഗപ്പെടുത്തണം. അപ്പോൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണം, തീർച്ചയായും ഉപയോഗപ്പെടുത്തണം. പറ്റെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാതെ വലിച്ചു നീട്ടി തോനായി പോയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യാം. കണ്ടൻറ്റിന് ക്ഷാമമായതുകൊണ്ടല്ല, ഇങ്ങനൊരു വാർത്ത കണ്ടപ്പോൾ ഒരു സംഭവം എടുത്ത് ഞാൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്.